അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ അതിരസകരമായൊരു വാക്കുണ്ട്, ഭയങ്കര പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് കേൾക്കാതെ ഈ പ്രഭാഷകൻ 37 പ്രഭാഷകൻ 37:28 എല്ലാവർക്കും എല്ലാം നന്നല്ല. കേട്ടോ, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഇത് ബൈബിൾ ഇത് വളരെ ആപ്ലിക്കബിളായിട്ട് ഫോളോ ചെയ്യുന്ന കോമൺ പ്രിൻസിപ്പിളാണ്. ഞാനൊരു ദിവസം ഉണ്ടല്ലേ, എൻ്റെ ഒരു അടുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു ഓൾഡ് മിനിസ്റ്റർ. അപ്പം അദ്ദേഹം ഒരു മാസം കൂടുമ്പോൾ ചുമ്മാ വിസിറ്റ് വരാം. വയസ്സനായി, പണ്ട് മന്ത്രിയായിരുന്നു, ഞാൻ വകുപ്പൊന്നും വേണ്ട, അപ്പോൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ചുമ്മാ എന്നെ കാണാൻ വരും. അപ്പം ഞങ്ങളിടയ്ക്ക് തമ്മിലൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഗവൺമെൻറ് ലെവലിൽ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം വീടിൻ്റെ തെക്ക് വശത്തുള്ള, അതാണ് എൻട്രൻസ്, തെക്കോട്ട് ദർശനം വീടിൻ്റെ ആ സിറ്റ് ഔട്ട് നിന്ന് തെക്കോട്ട് ഒരു 3 സ്റ്റെപ്പിട്ട എൻട്രൻസ്. ആ എൻട്രൻസ് കെട്ടി അടക്കണം പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നെ പരിപാടിയാണെന്ന് ചോദിച്ചു. എൻ്റെ ഇവിടെ മുഴുവൻ രോഗമാണ്, ഭാര്യ ഇപ്പം അവിടെ രോഗമായിട്ട് കിടക്കുക, ഇപ്പം മകന് അസുഖം, എനിക്കസുഖം. അപ്പം ഇത് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിഷയത്തൊക്കെ അറിവുള്ളവർ പറഞ്ഞത്, തെക്കോട്ട് ഇറങ്ങണത് ശരിയല്ല. തെക്കോട്ട് ഇറങ്ങി എപ്പോഴും ഇങ്ങനെ ക്ഷീണവും രോഗവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് കെട്ടിയടച്ചിട്ട് കിഴക്കോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നെക്കാലത്ത് പ്രായമുള്ളതുകൊണ്ട് ഞാൻ തർക്കുത്തരത്തിലൊന്നും പോയില്ല. എന്താ വെച്ചാൽ തർക്കുത്തരത്തിലൊരു വകുപ്പോടെ ഉണ്ട്. എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സാറ് കിഴക്കോട്ട് ഇറങ്ങിയാലും കിഴക്ക് വേറെ ആൾക്കാരുടെ വീടും മതിലൊക്കെ, അതെനിക്കറിയാം. റോഡ് തെക്കുവശത്താണ്. ഇപ്പം കിഴക്കോട്ട് ഇറങ്ങിയാലും നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ തെക്കോട്ട് തിരിയേണ്ടി വരും. അപ്പോൾ അതെന്താ, അത് പിന്നെ തെക്കോട്ട് തിരിയണമല്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായവും പിന്നെയല്ല, ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരാളാണ് പൊതുവെ. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൽ ഒരു വചനം വന്ന്, എന്താണെന്നറിയാമോ, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരു നിലപാടുണ്ട്. നിയമാവർത്തനം 18:14 നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ആ തെറ്റാണ് ശരിയാണെന്നല്ല ബൈബിൾ പറയണത്. യു ആർ നോട്ട് അലൗഡ് ടു ഡൂ സോ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിനെയും ഒരു കൈ പിടിച്ച് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ച് ദൈവദൃശ്യത്തിൽ വ്യക്തത വരുത്തണം. ഇല്ലാത്തവൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസക്തിയില്ല. അത് വളരെ ഇങ്ങനെ ഇപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് ഞാൻ ഇത് ടൈം എടുക്കാൻ കാരണം, നിന്നെ അത് തെറ്റോ ശരിയാന്നല്ല പ്രശ്നം. അവിടെ കരുത്ത് കയറാനോ അല്ലെങ്കിൽ അവിടെ തിരുത്താനോ മേക്കട്ട് കയറാനോ ഒരു കാര്യമില്ല.
ലെറ്റ് ദം ഹാവ് ദെയർ ഫെയ്ത്ത്. പക്ഷെ നിന്നെ അതിനെ അനുവദിച്ചിട്ടില്ല. വെൻ യു റിസീവ് ദ ഫെയ്ത്ത് ഓഫ് ദി ബൈബിൾ ആൻഡ് ഇറ്റ്സ് റെവലേഷൻ, കർത്താവിൻ്റെ വെളിപാട് നീ ഫോൺ ചെല്ലുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ വചനങ്ങളാണ് നിൻ്റെ വഴികാട്ടി. അതിനെതിരെ വരുന്ന ഒരു സാധനത്തിൻ്റെ നിങ്ങൾ പോയി തലവെച്ചാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്ന് തന്നെയല്ല, നീ അത് കൺഫ്യൂഷനാണ്. വിരുദ്ധാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആൾക്കാർ പറഞ്ഞേ മീനും മോരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ഉണ്ടാകുമെന്ന് പറയും. അത് കുറേയൊക്കെ ശരിയാണ്, വൈദ്യശാസ്ത്രപരമായിട്ട് ശരിയാണത്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ വിശ്വാസികളുടെ കൂട്ടത്തിൽ കുറേ വെള്ളപ്പാണ്ടുകാരുണ്ട്. അവർ വിരുദ്ധാഹാരം കഴിച്ച് വെള്ളപ്പാണ്ടാകണതാണ്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ ഈ കൃത്യമായ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴി, ഞാനാണോ സത്യം, ഞാനാണ് ജീവൻ. നീ അതല്ലേ ഫോളോ ചെയ്യണത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മൾ ചിലർ പറയുകയല്ലേ, ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറഡി ബാറ്ററി. അത് കമ്പനിക്കാരെങ്ങനെ പറയണത്, അവിടെ ആ ടോർച്ചിൻ്റെ ആ പ്രകാശം സമ്പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ അവിടെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അവരുടെ ബാറ്ററി ഉണ്ട്. അതാണ് വിഷയം. അല്ലാതെ എവറഡി ബാറ്ററി എടുത്ത് കൊണ്ടുപോയി തോഷോ ഇടുകയോ അല്ലെങ്കിൽ റേഡിയോ ബാറ്ററി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാരെ ഉത്തരവാദിത്വമല്ല. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഈ ഉദാഹരണത്തിനും ഉപമകൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ലിംബൻ ഡെഫ്നെസ് ഉണ്ടാവും. എങ്കിലും പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നീ ഷാർപ്പനാവുക. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ദൈവം നിന്നോട് സത്യസന്ധത പ്രവർത്തിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അനീറ്റ, ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഞാൻ BSc നേഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എടുക്കുന്നത്. എടുക്കാൻ കാരണം ഞാൻ ഫസ്റ്റ് ഇയർ BSc നേഴ്സിങ്ങിന് ഫെയിലായിരുന്നു. ഞാൻ നല്ലപോലെ പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതിയതാണ്. 3 സബ്ജക്റ്റിന് ഞാൻ ഫെയിലായി. അന്ന് എനിക്ക് എക്സാമിന് മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ബാംഗ്ലൂർ ആണ് ഞാൻ പഠിച്ചത്. അവിടെ വർഷത്തിൽ 2 പ്രാവശ്യം ലീവുള്ളൂ, ഒന്ന് ഈസ്റ്ററിനും ക്രിസ്മസിനും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്ക് തന്നിരുന്നു. അത് വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലവും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. പരീക്ഷയിൽ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അടുത്ത ലീവിന് ഞാൻ വരുമ്പോൾ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിനോട് പറഞ്ഞു. ഞാൻ ഞായറാഴ്ചകളിൽ ഫോൺ കിട്ടുമ്പോൾ യൂട്യൂബിലെ വീഡിയോസും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. ഞാൻ നല്ലപോലെ പഠിച്ച ഒരു എക്സാമാണ്. ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചു. വെളുപ്പിനെ 3 മണിക്കൊക്കെ കണ്ടിന്യൂസ് രാത്രി ഇരുന്ന് 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച എക്സാമാണ്. എന്നിട്ടും ഞാൻ ഫെയിലായപ്പോൾ പിന്നെ ഞാൻ പഠിത്തം കുറച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ശരിക്കും ഞാൻ ആദ്യം എഴുതിയതിൻ്റെ അത്രയും പോലും എക്സാമിൽ ഞാൻ എഴുതിയിട്ടില്ല. പല ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസർ ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചിരുന്നിട്ട് മാതാവ് അവിടെ നിന്ന് തന്നെ നല്ല മാർക്കോടെ പാസ്സാക്കി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലീവിന് ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു, 4 വർഷവും ഇനി ഫെയിലാവാതെ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പിന്നീടുള്ള 3 വർഷവും ഞാൻ പഠിത്തം കുറച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നേരത്തെ കിടന്നു. പഠിത്തം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ 3 വർഷവും പാസ്സായി. പിന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്തപ്പോൾ ബ്ലഡ് വന്നു. അങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എന്താണെന്നറിയാതെ എന്താ സംഭവം എന്നറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നു, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ്റെ ആയിരിക്കും, വെള്ളം കുടിച്ചാൽ മതി, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഞാൻ വെള്ളമൊക്കെ കുടിച്ച് നോക്കി. അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഫലമൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവർ യൂറിനറി ഇൻഫെക്ഷനുള്ള മരുന്നും സിറപ്പൊക്കെ തന്നു. അതും ഞാൻ ഉപയോഗിച്ചു. അതും എനിക്ക് വേദന കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അങ്ങനെ വേറെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞാൻ ബാംഗ്ലൂർ അവിടെ ചെന്ന് കാണിച്ചു. യൂറിൻ ടെസ്റ്റ് ചെയ്തു.
യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ റിസൾട്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ്റേതായ ഒരു ഇതും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു എന്താ ഇങ്ങനെ വന്നേ, കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് മരുന്നും കുറേ തന്ന് ഞാൻ വന്നു, അതൊക്കെ കഴിച്ചു. എന്നിട്ടും ഒരു കുറവുമില്ല, വേദന കൂടിയതല്ല, ഭയങ്കര വേദനയും ഇറിറ്റേഷനും അല്ല. ഞാൻ ദിവസവും 3 ലിറ്റർ വെള്ളത്തോളം കുടിക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു അത്രയും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ശരീരത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറച്ചു. ഒരു ദിവസം ഞാൻ മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഞാൻ എൻ്റെ കൂട്ടുകാരി തന്ന ഉടമ്പടി കാശുരൂപം കൊന്തയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കയ്യിലിങ്ങനെ ഇറുക്കി പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വേദന എങ്ങനെയെങ്കിലും മാറ്റിത്തരണേ, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ ക്ലാസ്സിൽ ഭയങ്കര സങ്കടത്തോടെ, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തോടെ ഞാൻ മാതാവിൻ്റെ ആ കാശുരൂപത്തെ മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് യൂറിൻ പാസ് ചെയ്തു. ഇന്നേക്കിത് 3.5 വർഷമായി. പിന്നെ ആ വേദന വന്നിട്ടേ ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. തൈലം വെച്ച് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞായറാഴ്ചകളിലാണ് ഞങ്ങൾക്ക് ഫോൺ കിട്ടുന്നത്. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതൊക്കെ ഞാൻ ചൊല്ലി, ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് അത് മാറിക്കിട്ടി. പിന്നീട് ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കയറ്റപ്രദേശമായിരുന്നു. അതുകൊണ്ട് ആരും സ്ഥലത്തിന് വലിയ വിലയൊന്നും പറയുന്നില്ല. പറയുന്നവരൊക്കെ തന്നെ ഭയങ്കര നഷ്ടത്തിൽ, നമുക്കതിൽ കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ കുറേ നാളിങ്ങനെ വിൽക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ലാതെയായി. അപ്പോൾ ഞങ്ങളവിടെ പറമ്പിൽ ചെന്ന് ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ സ്ഥലം വിൽക്കാൻ സാധിച്ചു. സ്ഥലമെല്ലാം വിറ്റ് തീർന്നു കഴിഞ്ഞ് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചു വരാൻ തുടങ്ങി, ഇനി സ്ഥലം വിൽക്കാനുണ്ടോ എന്ന്. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുവാനും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഞങ്ങൾ ഉടമ്പടി ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അത് മേടിക്കുവാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എന്നാലാവും വിധം ഞാൻ എനിക്ക് സഹായം ചെയ്യണം തോന്നുന്നവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പറ്റുന്ന പോലെ. വിശുദ്ധ കുർബാനയിൽ എന്നും ഞാൻ പങ്കെടുക്കും, മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും. അങ്ങനെ എന്തെങ്കിലും മുടങ്ങിയാൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ മുടങ്ങാറുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 4 വർഷവും ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. ബൈബിള് അരമണിക്കൂർ വായിക്കും. ജപമാല പറ്റുന്ന പോലെ ജപമാല ചൊല്ലാറുണ്ട്. എന്നും കോളേജിലായിരുന്നപ്പോൾ എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് ഡെയിലി ബ്രെഡ് കൂടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പം ഞാൻ ഡെയിലി ബ്രെഡും കൂടുന്നുണ്ട്. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും ഇന്നേ വരെ വഴി നടത്തിയതിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-45 തിരുവചനങ്ങൾ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അനിറ്റ ബെന്നി എന്ന ഈ മകൾ BSc നഴ്സിംഗിൽ ആദ്യത്തെ വർഷം തോറ്റുപോയപ്പോൾ 3 പേപ്പറുകൾ സപ്ലി വന്നപ്പോഴാണ് ഈ മകൾക്ക് വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്നുള്ളൊരു വലിയ തീരുമാനമുണ്ടായത്. അന്ന് തന്നെ മകൾ ഉറച്ച ഒരു തീരുമാനം ഈശോയോട് പറഞ്ഞു, ഞാൻ 4 വർഷവും തോൽവി കൂടാതെ ജയിക്കുകയാണെങ്കിൽ സത്യമായി ഞാൻ ഇവിടെ വന്ന് അവിടത്തേക്ക് വേണ്ടി അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും സാക്ഷ്യം ഏറ്റുപറയുകയും ചെയ്യാമെന്ന്. അത് പറഞ്ഞത് കൂടാതെ തന്നെ ആഴ്ചയിലൊരിക്കലാണ് ഈ മകൾക്ക് ഫോൺ കയ്യിൽ കിട്ടുന്നത്. ആ സമയം ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ വേണ്ടി ഈ മകൾ കൃത്യമായി ഇവിടെയുള്ള അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ച ധ്യാനങ്ങളും അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് എല്ലാം ആ അച്ഛൻ്റെ ആശീർവാദങ്ങളെല്ലാം കൃത്യമായി സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് ഈ മകൾക്ക് ആത്മധൈര്യം ലഭിച്ചുവെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ മകൾ ഏറ്റുപറയുകയാണ്. ഒരു സാക്ഷിയാക്കാമെന്ന് ഈശോയോട് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈശോ നമ്മെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്.
ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് പോലെ എന്നോട് ഉടമ്പടി ചെയ്യുന്നവരും വിശ്വസ്തരായിരിക്കുമെന്ന് ദൈവം അന്ധമായി നമ്മളിൽ വിശ്വസിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് നാം ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അനീറ്റ ബെന്നി പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ഞാൻ അവിടുത്തോടു കൂടിയായിരിക്കും. അവിടുന്ന് ആനന്ദത്തിൻ്റെ പൂർണ്ണതയാണ്. ഈശോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം അവിടുന്ന് ഇടപെടുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മനോഹരമായി ഭംഗിയായി, അഥവാ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു. അവിടെയാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലൊരു ശാശ്വതമായ സന്തോഷമുണ്ട്. തന്നെ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ കൈപിടിച്ച് നടത്തും. അമ്മ സഞ്ചാരി മാതാവാണ്. ഞാൻ പരീക്ഷയ്ക്ക് പോയാലും എനിക്ക് രോഗാവസ്ഥകൾ വന്നാലും എല്ലാം എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് ഉടൻ പരിഹാരം നൽകുന്ന ഈ പ്രാർത്ഥനാ പദ്ധതി. അനീറ്റ ബെന്നിക്കും സംഭവിച്ചത് തന്നെയാണ്. തൻ്റെ യോഗ്യതയാലല്ല, തൻ്റെ കഴിവുകൊണ്ടല്ല, ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ 4 വർഷവും തോൽവി കൂടാതെ പരീക്ഷയിൽ ജയിക്കാൻ സാധിച്ചത് എന്ന് ഏറ്റുപറയുന്നു. ക്രിസ്തീയ ആത്മീയതയിൽ വളർന്നു എന്നറിയാൻ ഈ മകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് സാധിക്കുമോ, എൻ്റെ ജീവിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് ഇനിയും ഇതിൽ തുടരാൻ സാധിക്കുമോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു വലിയ തീരുമാനമാണ്. BSc നഴ്സിംഗ് പഠിക്കുന്ന പല മക്കളുടെയും അമ്മമാരിവിടെ വന്ന് ഉടമ്പടിയെടുത്ത്, മക്കൾക്ക് വേണ്ടി ഉടമ്പടിയെടുത്താണ് അമ്മമാർ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് പറയുന്നത് ഇതാണ്: എൻ്റെ മകൾക്ക് കോളേജിൽ സമയമില്ല, കുമ്പസാരിക്കാൻ സമയമില്ല. പക്ഷേ അവർ കൃത്യമായി സിനിമ കാണുകയും സീരിയൽ കാണുകയും അവിടെ ഷോപ്പിംഗ് നടക്കുകയും ബാങ്കിൽ പോകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കെല്ലാം സമയമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കാൻ മാതാപിതാക്കൾ തന്നെ ഒരു എക്സ്ക്യൂസ് പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. പക്ഷേ ഈ മകൾ പറയുന്നത്, എനിക്ക് എല്ലാ ദിവസവും 4 വർഷം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ തീരുമാനമാണ്. എനിക്ക് ഈശോയുമായുള്ള അത്രമാത്രം ബന്ധമുണ്ട് എന്ന് ഏറ്റു പറയാൻ ഈ മകൾക്ക് ധൈര്യം വരുന്നത് ദിവ്യബലിയിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ദിവ്യബലിയാണ്. ആ പ്രാർത്ഥന എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നമുക്ക് ഏറ്റുപറയാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ അഭിഷേകത്തിൻ്റെ ലെവൽ ഉയരുന്നതായും അത് കൂട്ടാനുള്ള വഴി, എളുപ്പവഴി നമുക്ക് മനസ്സിലാകുന്നതും അവിടെയാണ്. അഭിഷേകമില്ലാതെ പ്രേക്ഷിത പ്രവർത്തനം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. മകളത് തന്നെയാണ് പറയുന്നത്. എൻ്റെ രോഗികളായി കാണുന്നവരെയെല്ലാം കാരുണ്യത്തോടുകൂടി സംസാരിക്കുവാനും അവരോടുകൂടി പെരുമാറാനുമൊക്കെയുള്ള കൃപ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്ന് മകളേറ്റ് പറയുകയുണ്ട്. മകളുടെ യൂറിനറി ഇൻഫെക്ഷൻ ഞാൻ സാക്ഷ്യം പറയാം. വളരെ വേദനയുടെ അവസ്ഥയിൽ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊള്ളാം. ഉടൻ പരിഹാരമായ മകളുടെ വേദന ഇല്ലാതാകുന്നതായും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ഇവരുടെ വീടിൻ്റെ സ്ഥലം വിൽക്കാനായി അസാധ്യമാണ്. ആ സ്ഥലം ആരും വാങ്ങുകയില്ല. അങ്ങനൊരു പ്രത്യേക സ്ഥല സാഹചര്യങ്ങളാണ്. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പ് അവിടെ വിതറി അവർ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ആ സ്ഥലം വിൽപ്പന സാധ്യമായതെന്നുകൂടി അനീറ്റ ഏറ്റു പറയുകയാണ്. എൻ്റെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം തിരുവചനം പറയുന്നത് പോലെ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും എന്നാണ് പറയുന്നത്. നാം നീതിമാന്മാരാകുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. നീതിമാൻ പോലും 7 പ്രാവശ്യം പാപമോചനം നേടുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കെപ്പോഴും വിശ്വസ്തയോടെ ആയിരിക്കാം. തിരുക്കുമാനോ 1000 നന്ദി. എൻ്റെ കുടുംബത്തിനെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന ജോസ്. ഞാൻ വെളിയന്നൂർ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് സ്റ്റെബിൻ ജോസ് തോമസ്. ഇതെൻ്റെ അമ്മ ഷീന ജോസ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2021-ലാണ്. അതെൻ്റെ അമ്മയുടെ കൂടെയാണ് വരുന്നത്. അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ അമ്മയുടെ കൂടെ വന്നപ്പോൾ എനിക്ക് ഇതിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, ഡെയിലി പള്ളിയിൽ പോവും, ജപമാല ചെല്ലും. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ സൗദിയിലേക്ക് പോയി. സൗദി എത്തിയതിന് ശേഷം എനിക്കാണെങ്കിൽ അവിടെ അവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ.
എപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ചായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൗദി വെച്ച് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. എൻ്റെ പേടി, അവിടുത്തെ ജോലി രീതികളെല്ലാം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അതെല്ലാം മാതാവ് നേടിത്തന്നു എനിക്ക് ആദ്യം തന്നെ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഇതായിരുന്നു എനിക്കൊരു നല്ല ജീവിത പങ്കാളിനെ കിട്ടുക എന്നുള്ളത്. എനിക്കങ്ങനെ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ എൻ്റെ കുടുംബക്കാർ വഴി എനിക്കൊരു നല്ലൊരു ആലോചന വന്നു. പേര് സ്റ്റെബിനാണ്. സ്റ്റെബിൻ UK ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഞാൻ UK പോയി. UK പോകാൻ വേണ്ടി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ 2 മാസം എടുത്തോളൂ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി. മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് UK പോകാൻ പറ്റണം. കാരണം അവിടുന്ന് ജോലി നിർത്തി പോന്നു. ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, പോകാൻ പറ്റുന്നില്ലേ, എത്ര നാളായി ഇവിടെ വന്ന് നിൽക്കുന്നു. ഒത്തിരി പേര് പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. എന്നും വെഞ്ചിരിച്ച് തൈലം തൂത്തും വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓരോ കാര്യത്തിന് ഓരോ പ്രോസസ്സിങ്ങിന് ഇറങ്ങുന്നതിന് എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിച്ച് വർഗ്ഗയാണ് പോയിക്കൊണ്ടിരുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് പെട്ടെന്ന് പോകാൻ സാധിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞ് എൻ്റെ ആദ്യത്തേത് എനിക്ക് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു. ഞാൻ അവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. പക്ഷേ എല്ലായിടത്തും നിന്ന് റിജക്ഷൻ വന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം കാരണം എനിക്കത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ വെഞ്ചിരിച്ച് ഉപ്പ് കൈ പിടിച്ചുകൊണ്ട് പോയി. വെഞ്ചിരിച്ച് ഉപ്പ് കഴിക്കുകയും കുറച്ച് കൈ പിടിക്കുകയും തൈലം തൂത്ത് പ്രാർത്ഥിച്ച് പോയി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയായിരിക്കണം എന്നെ ഇൻ്റർവ്യൂ എടുക്കേണ്ടത്, എനിക്ക് ഈ ജോലി കിട്ടിയേ തീരൂ. എനിക്ക് വേറെ എൻ്റെ ഞാൻ അവിടെ ആണെങ്കിൽ UK 2 പേർക്കും ജോലി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവർ ചോദിച്ചൊക്കെ മാതാവ് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ അതിനൊക്കെ ഉത്തരം പറഞ്ഞു. മാതാവ് മാത്രമാണ്, മാതാവിൻ്റെ മെറിറ്റിലൂടെയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അങ്ങനെ 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ എനിക്കത് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടത്തുള്ളൂ. 1 മാസം പൂർത്തിയാകുന്നതിന് മുന്നേ എനിക്ക് അവിടെ ജോലിക്ക് കയറാൻ സാധിച്ചു. അതിനുശേഷം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഉച്ചയ്ക്ക് കടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു സ്വപ്നം. അതെന്ന് വെച്ചാൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, സുനാമി വന്നു. അതെന്ന് വെച്ചാൽ 2025 ഡിസംബർ മാസം അവസാനമാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത്. വലിയൊരു സുനാമി വരാൻ പോകുന്നു, ലോകമെമ്പാടും മുങ്ങാൻ പോകുന്നു, എല്ലാവർക്കും അപകടം പറ്റാൻ പോകുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അന്നപ്പോൾ ആണെങ്കിൽ മാതാവ് സുനാമിയുടെ മുഖത്ത് നമ്മുടെ ഈ മാതാവ് വന്ന് നിൽക്കുന്ന കണ്ടു. എന്നിട്ട് ഒപ്പം എൻ്റെ അമ്മയുണ്ട്, ഹസ്ബൻഡിൻ്റെ മമ്മി എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ഇവരെ എല്ലാം വിളിക്കുന്നുണ്ട്. അവരാരും മാതാവിനെ കണ്ടില്ല, ഞാൻ മാത്രമാണ് മാതാവിനെ കണ്ടത്. മാതാവ് അപ്പം എന്നോട് പറഞ്ഞു, നീ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മുടങ്ങാതെ എന്നും പ്രത്യക്ഷീണ പ്രാർത്ഥന രാവിലെ ഏറ്റു ചൊല്ലുകയും ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ പറയുമേ, പിന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:46 സങ്കീർത്തനം എന്നും മുടങ്ങാതെ ചൊല്ലണമെന്ന് പറഞ്ഞു. അത് മുടങ്ങാതെ ഇപ്പോഴും ഞാൻ ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ യുദ്ധങ്ങളൊക്കെ വന്നത്. അതിനുശേഷം പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടന്നത് ഈ മാസം ഏപ്രിൽ 15-ാം തീയതിയാണ്. അപ്പം അവിടെ നിന്ന് വരുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. യുദ്ധം കാരണം ഫ്ലൈറ്റുകളൊക്കെ മിസ്സാവുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, തടസ്സമൊന്നുമില്ലാതെ ഞങ്ങളുടെ കല്യാണം നടന്ന അമ്മയുടെ ആൾക്കാരെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് മാതാവ് അതെനിക്ക് നടത്തി തന്നു. ഒരു തടസ്സമില്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഒരു തടസ്സമില്ലാതെ ഞങ്ങളുടെ 2 പേരും വിവാഹം മാതാവ് നടത്തി തന്നു. എൻ്റെ പേര് ഷീന ജോസ്. എനിക്ക് മാതാവ് തന്ന ഒരു വലിയ രോഗസൗഖ്യമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അംഗൻവാടിയുണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ ക്യാൻസറിൻ്റെ ടെസ്റ്റിനായിട്ട് അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി. അതിൽ ഞാനും പങ്കാളിയായി. എന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇടതുവശത്തെ ബ്രസ്റ്റിൻ്റെ അവിടെ ചെറിയതായിട്ടൊരു തടുപ്പുണ്ട്, ഈ അസുഖമാണെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും ചിന്തിച്ചില്ല, ഞാൻ പോന്നു. പിന്നെ വീട്ടിൽ തനിച്ചിരുന്നപ്പോൾ ഇതിന് ചിന്തിച്ച് ശരിക്കും ഞാൻ അങ്ങനെ ഒരു രോഗിയായി മാറി. എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളൊരു രീതിയായി മാറി. അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ല, ചെക്കപ്പ് ചെയ്യണമെന്നേ പറഞ്ഞോളൂ. പക്ഷേ ഇതാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വയമേ ആ രോഗിയായി മാറി.
അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാണ്, ഞാൻ പിള്ളേരോട് പറഞ്ഞില്ല, ഭർത്താവിനോട് പറഞ്ഞു, പിന്നെ മോക്കടെ മമ്മിയോടും പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവിടെ അടുത്ത് കൂത്താട്ടുകുളത്ത് ദേവമാതാവ് ആശുപത്രി പോയി ബുക്ക് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു തടുപ്പ് കാണുന്നുണ്ട്, അതെന്താണെന്ന് അറിയാനായിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനായിട്ട് ഞങ്ങൾ തൊടുപുഴയിൽ ഒരു ആശുപത്രി പോയി. ഈ പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ തൈലവും എൻ്റെ ബ്രസ്റ്റേ തൂത്തു, പിന്നെ വെഞ്ചരിച്ച് ഉപ്പ് കഴിച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ രോഗമൊന്നുമില്ല എന്ന് ഈ ഇതിലൂടെ പറയുവാണ് എന്ന് വരികിൽ ഞാൻ അമ്മയുടെ ഇടയ്ക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞങ്ങൾ ചെന്ന് ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അസുഖമൊന്നുമില്ല. അത് കൊഴുപ്പടിഞ്ഞു കൂടിയതായിരുന്നു. രോഗസൗഖ്യം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ ഈ പുണ്യപ്പെട്ട അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കും കുടുംബത്തിനും അനുഗ്രഹം തന്നതിനും കോടാനും കൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ ഒരു 5-6 മാസമായിട്ട് എനിക്ക് കാരുണ്യപ്രവൃത്തി പുറത്ത് ചെയ്യാൻ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ ചാച്ചന് ക്യാൻസർ ആയിരുന്നു, അസുഖമായിട്ട് ചാച്ചൻ കിടപ്പായിരുന്നു. ചാച്ചനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു പുറത്ത് പോയി രോഗിയെ നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ചാച്ചനായിട്ടല്ല, അസുഖമാണ്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തു. അതിനു മുമ്പ് ഞാൻ അവിടെ അടുത്ത് പാവപ്പെട്ടവരെ നോക്കുന്ന ഒരു ഇതുണ്ട്, അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ കുളിപ്പിക്കും, അവരുടെ വസ്ത്രങ്ങൾ കഴുകാൻ കൂടും, അത് വെയിലത്തിടാൻ കൂടും, അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യുമായിരുന്നു. അതിനെല്ലാം മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പത്രം വായിച്ച് എല്ലാ മാസവും പത്രം ഞാൻ മുടങ്ങാതെ മേടിച്ചിട്ട് ഇന്ന ആൾക്കാരെന്നില്ല, ഓട്ടോക്കാർക്ക് കൊടുക്കും, പുറത്തിറങ്ങി കൊടുക്കും, എല്ലാ ആൾക്കാർക്കും, ക്രിസ്ത്യാനികൾക്കെന്നല്ല ഹിന്ദുക്കൾക്കും എല്ലാവർക്കും വീടുകളിലും ഞാൻ കൊണ്ട് കൊടുക്കും. എന്നും വിശുദ്ധ ബലിയിൽ പങ്കാളിയാകും, എന്നും പോകും, ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. വിശുദ്ധ കുർബാന, കുമ്പസാരം, ഇതെല്ലാം എന്നോട് ബൈബിൾ വായന, ഇതെല്ലാം മുടക്കം കൂടാതെ ചെയ്യുന്നു. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. സങ്കീർത്തനം 40:10 ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അതായത് ദയ, കാരുണ്യം, അവിടുത്തെ സ്നേഹം എല്ലാം ഉള്ളിൽ മാത്രം സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാനും വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ളതാണ്. ദൈവാനുഭവം വ്യക്തിപരമായിട്ടുള്ളത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടതാണ്. ദൈവം ചെയ്ത നന്മകളെപ്പറ്റി സംസാരിച്ചു. മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഉടമ്പടിയിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തും. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ മറച്ചു വച്ചില്ല എന്നാണ് സങ്കീർത്തനത്തിൽ കേട്ടത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത് ഞാൻ മറച്ചു വയ്ക്കാതെ നല്ല മനോഭാവത്തോടെ സാക്ഷ്യപ്പെടുത്തുന്ന നല്ലൊരു ജീവിതമാണ് ഉടമ്പടി ജീവിതം. അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഉടമ്പടി വിശ്വസ്തതയുടെയും തെളിവുകളാണ്. നമ്മൾ എത്രമാത്രം ഉടമ്പടിയിൽ ആത്മാർത്ഥതയോടെ ജീവിക്കുന്നു എന്നാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീന ജോസും മകൾ ജോസ്നായും നമ്മളോട് പങ്കുവെച്ചതും അവരുടെ ജീവിതത്തിൽ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വയ്ച്ചില്ല. അവരും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവങ്ങൾ ഒളിച്ചു വയ്ക്കാതെ മറ്റുള്ളവരുടെ സന്നിധിയിൽ, മറ്റുള്ളവരുടെ മഹാസഭയിൽ, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് ചെയ്തത്. ദൈവം നൽകിയ ആ കാരുണ്യത്തിനും ആ സ്നേഹത്തിനും നന്ദി പറയുവാനാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കുടുംബമായിട്ട് വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമൊക്കെ മകൾ ജോസിനിക്ക് ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നു. സൗദിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പോയി. പിന്നീട് നല്ലപോലെ ഉടമ്പടി ജീവിതം നന്നായി ജീവിക്കുകയും നല്ലൊരു ജോലി ലഭിക്കുകയും പിന്നീട് 1.5 വർഷം കഴിഞ്ഞിട്ട് UK പോവുകയും ഹസ്ബൻഡിൻ്റെ കൂടെ നല്ലൊരു വിവാഹം നടക്കാൻ സാധിക്കുകയും UK പോയി. പെട്ടെന്ന് തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും സാധ്യമെന്ന് തോന്നിക്കാത്ത ഒരു കാര്യമാണ് സാധ്യമാക്കി തന്നത്. അവിടെയും ഈശോയും അമ്മയും കൂടെ നിന്നുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനകം ഈ മകൾക്ക് ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് മകൾ പറഞ്ഞ സ്വപ്നവും അതുപോലെ തന്നെയാണ്. വീണ്ടും രജിസ്റ്റർ മാരേജിന് ശേഷം അവർ വിവാഹത്തിനായിട്ട് നാട്ടിൽ വരുവാനും യുദ്ധത്തിൻ്റെ സമയത്ത് നാട്ടിൽ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അവിടെയും ഈശോയും അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് യുദ്ധത്തിൻ്റെ സമയത്തും ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത ദൈവം കൂടെ ഉണ്ടായിരുന്നു. നല്ലപോലെ
യാത്രാ സമയത്ത് കൂടെയോ ഉണ്ടാവുകയും സമയത്തിന് നാട്ടിലെത്തിക്കാൻ സാധിക്കുകയും വിവാഹം നടക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇവിടെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ സാന്നിധ്യവും കൂടെയുള്ള ഒരു പ്രസൻസുമാണ് ഈ മക്കൾ അനുഭവിച്ചത്. അമ്മയ്ക്കുള്ള രോഗസൗഖ്യവും ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പും അതും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാലാണ്. ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വസ്തതയുടെ തെളിവുകളാണ്. നമുക്കും ഈശോയുടെ അമ്മയുടെയും കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ ദൈവാനുഭവങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ സാക്ഷിയായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഷീന ജോസിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം. എൻ്റെ പേര് പ്രതീഷ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഇത് 2ാം തവണയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തവണ സാക്ഷ്യം പറയുന്നത് എൻ്റെ PhD-യുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ 2019 PhD-ക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. 2023 ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു 3-3.5 വർഷം ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കോഴ്സ് വർക്ക് എക്സാമും അതുപോലെ മറ്റ് ചില DC മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞു പോയതല്ലാതെ പ്രധാനപ്പെട്ട കടമ്പകളിലേക്കൊന്നും കടക്കാൻ സാധിച്ചിരുന്നില്ല. നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. വൈഫാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം PhD-യിൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും വരും, പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യും. അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടുക്കും. അങ്ങനെ PhD-ക്ക് ആദ്യം മുതൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മെയിനായിട്ട് പബ്ലിക്കേഷനുകളിലായിരുന്നു ഇത് പെൻഡിങ് ആയി കിടന്നു. കാരണം സ്കോപ്പസ് ഇൻഡെക്സഡ് പോലെയുള്ള ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനുകളൊക്കെ ചെയ്താൽ മാത്രമേ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത്തരത്തിലുള്ള പബ്ലിക്കേഷനുകളായിരുന്നു അക്സെപ്റ്റ് ചെയ്തിരുന്നത്. മിനിമം 2 പബ്ലിക്കേഷനുകളെങ്കിലും ചെയ്താൽ മാത്രമേ സിനോപ്സിസ് വൈവ അവതരിപ്പിക്കാൻ അനുവദിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു പബ്ലിക്കേഷനുകൾ. പക്ഷേ ഇതൊക്കെ ഡീലിസ്റ്റായി പോവും. കാരണം ഈ സ്കോപ്പസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇത് ഡീലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്ത പബ്ലിക്കേഷൻ ചെയ്ത് 2-3 മാസം കഴിയുമ്പോൾ ഇത് ഡീലിസ്റ്റായി പോവും. അപ്പോൾ വൈവ PhD തീസിസ് വയ്ക്കുന്ന സമയത്ത് ഈ 2 പബ്ലിക്കേഷനുകൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വൈവ അവതരിപ്പിക്കാനുള്ള ഇതും അതുപോലെ PhD നമുക്ക് അനുവദിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്നതിന് മുൻപ് ചെയ്തിരുന്ന പബ്ലിക്കേഷനുകളൊക്കെ ഡീലിസ്റ്റായി പോയതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ബ്ലാങ്ക് കണ്ടീഷനിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പം PhD ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത വരെ ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ അതുവരെ സപ്പോർട്ട് കിട്ടാതിരുന്ന പല ഭാഗത്തുനിന്നും, ഇപ്പോൾ CRD ഡയറക്ടർ ഉൾപ്പെടെ ഗൈഡ്, കോ-ഗൈഡ് എല്ലാവരും നമ്മളോടൊപ്പം വളരെയധികം സഹകരിക്കുകയും ഞാൻ പിന്നീട് ചെയ്ത പബ്ലിക്കേഷനുകളൊക്കെ കറക്റ്റായിട്ട് ലിസ്റ്റഡ് ആയി പോവുകയും ഇതിന് മുൻപ് ചെയ്ത ഒരു പബ്ലിക്കേഷൻ്റെ കവറേജ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് സിനോപ്സിസ് വയ്ക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് മാതാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഈ പബ്ലിക്കേഷനിലുണ്ടായി. അങ്ങനെ 4 പബ്ലിക്കേഷനുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അങ്ങനെ പിന്നീട് സിനോപ്സിസ് വൈവ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അന്നും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് വൈവ അവതരിപ്പിച്ചത്. അതിനുശേഷം തീസിസ് വയ്ക്കുന്ന സമയം വന്നു. തീസിസ് വയ്ക്കുന്ന സമയത്ത് ശരിക്കും ഒരു ദിവസം രാത്രിയിൽ ആണ് ഞാൻ ഈ തീസിസ് എൻ്റെ കയ്യിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം എനിക്ക് മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്കിവിടെ വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലഡ് കേൾക്കും അച്ഛൻ്റെ. അതാണ് ശരിക്കും എൻ്റെ ഒരു പോസിറ്റീവ് എനർജി അതാണ്. കാരണം ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങാറില്ല. കാരണം ഈ ഇതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് രാവിലേക്ക് ഇരുന്നാൽ ചിലപ്പം പിറ്റേ ദിവസം രാവിലെ 5:30 ആകുമ്പം അലാറം വെച്ചിട്ടുണ്ട് ഡെയിലി ബ്ലഡ് കേൾക്കാൻ. അപ്പോൾ അതിനാണ് ചിലപ്പോൾ ഞാൻ എണീക്കുന്നത്. എണീറ്റ് കസേരയിൽ നിന്ന് എണീറ്റ് ഡെയിലി ബ്ലഡ് കേട്ട് ഫ്രഷായിട്ടാണ് പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെയിലി ബ്ലഡ് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ തീസിസ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്തത്.
അന്ന് 2 കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്സ്റ്റേണൽ എക്സാമിനർക്കും, ഒന്ന് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ എക്സ്റ്റേണൽ എക്സാമിനർക്കും. അങ്ങനെ അത് രണ്ടും സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അച്ഛനിലൂടെ മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നീട് എൻ്റെ അടുത്ത ഒരു 4 കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ഫൈനൽ സബ്മിഷൻ സമയത്ത് എനിക്ക് ഇവിടെ വന്ന്, ഞാൻ തീസിസുമായിട്ട് ഇവിടെ വന്ന് മാതാവിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് അൾത്താരയിൽ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്കതൊരു വിഷമമുണ്ടായി. അങ്ങനെ ഞാൻ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നു, അത് നവംബർ മാസത്തിലാണ് അവസാനം 29-ാം തീയതി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായതുകൊണ്ട് അൾത്താരയിൽ കയറാൻ എല്ലാവർക്കും അനുമതി തരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞങ്ങളിവിടെ വന്നു, അമ്മയെ കണ്ട് ഈശോയ്ക്കും അമ്മയുടെ അടുത്ത് തീസിസ് സമർപ്പിച്ചിട്ടതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റിയിൽ തീസിസിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സമർപ്പിക്കുകയും അപ്രൂവൽ കിട്ടുകയും അങ്ങനെ ജനുവരിയിൽ തന്നെ തീസിസിൻ്റെ അപ്രൂവൽ കിട്ടി, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. അതിനുശേഷം വൈവയുടെ സമയമായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മാതാവിന് എന്നോടൊപ്പം വന്ന് നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം മതി വൈവ, എനിക്ക് തിരക്കില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുമ്പോഴും ഡെയിലി ബ്രെഡ് സമയത്തും അതുപോലെ ഉടമ്പടി ധ്യാനത്തിലുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഏപ്രിൽ 2-ാം തീയതിയാണ് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ഡേറ്റ് കിട്ടിയപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഏപ്രിൽ 2-ാം തീയതി പെസഹ വ്യാഴമാണ്. അപ്പം എനിക്കൊരു വിഷമമുണ്ട്, ഇനി ഇതിവിടെ വലിയ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇനി എനിക്ക് മാതാവിനെ എൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുമോ, പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയുള്ള ദിവസമാണ്. പക്ഷേ അങ്ങനെ അതും അടുത്ത ദിവസം ഡെയിലി ബ്രെഡ് കേട്ടപ്പോൾ അച്ഛൻ ആ ഒരു കൺഫ്യൂഷനും മാറ്റി. കാരണം ഇവിടെ പ്രാർത്ഥനകളില്ല. പെസഹ വ്യാഴം, ദുഃഖ വെള്ളി, ദുഃഖ ശനി ദിവസങ്ങളിൽ പ്രാർത്ഥനയില്ല. അപ്പം എനിക്ക് അന്നേരം ഒരു കാര്യം ഉറപ്പായി, കാരണം മാതാവിന് എന്നോടൊപ്പം വന്ന് നിൽക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വൈവ അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 2-ാം തീയതി അന്നത്തെ ദിവസം മാതാവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ കൂട്ട് തന്നെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും അതോടൊപ്പം തന്നെ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ കൊല്ലത്ത് നിന്നുള്ളൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, വൈഫ് ഉൾപ്പെടെയുള്ള. അപ്പോൾ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഈ ലൂക്കായുടെ സുവിശേഷം 12:12 ഇതാണ് മിക്കവാറും ഈ വൈവ അവതരിപ്പിക്കുന്ന സിനോപ്സിസ് സമയത്തും അതുപോലെ തീസിസിൻ്റെ വൈവ അവതരിപ്പിക്കുന്ന സമയത്തുമൊക്കെ എനിക്ക് സ്വാധീനം ചെലുത്തിയ ഒരു വചനം. നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് ദൈവം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ട് തന്ന് സംസാരിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന എന്നുള്ളത്, ഈ വൈവ ഈ സാധാരണഗതിയിൽ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് നമ്മുടെ ഉണ്ടെങ്കിലും പ്രൊജക്ടറിൽ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് കാണിച്ചിട്ടാണ് നമ്മൾ വൈവ അവതരിപ്പിക്കേണ്ടത്. ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി ഒരുമിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഒരു 10-70 പേരുണ്ടാവും, നേരിട്ട് കാണാൻ വേണ്ടി ഒരു 100-100 പേരിന് മേളിലുണ്ടാവും. അപ്പം ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വരും, അതിനൊക്കെ ഉത്തരം പറയണം. അങ്ങനെ അത്തരത്തിലുള്ള ഒത്തിരി ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെയുള്ള സമയത്ത് മാതാവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം, ഞാൻ ഈ സ്റ്റാറ്റിറ്റിക്കൽ വാല്യൂസ് ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റാറ്റിറ്റിക്കൽ അനാലിസിസുകളുണ്ട്, ഇതൊക്കെ ഞാൻ നോക്കാതെ തന്നെ കാണാതെ പഠിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കാണാതെയാണ് പറഞ്ഞ് കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് പറയുന്നത് കേട്ടിട്ട് ഈ സ്റ്റാറ്റിറ്റിക്സ് ചോദിക്കാൻ വന്നിരുന്ന എക്സാമിനേഴ്സ് പോലും പലരും എന്നോട് ചോദ്യങ്ങൾ വലുതായിട്ട് ചോദിച്ചില്ല. കാരണം ഇദ്ദേഹത്തിന് ഇത് നമ്മൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട്. എങ്കിലും നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് വളരെ നല്ല രീതിയിൽ വൈവ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് നേടുവാൻ സാധിച്ചു. ഞാൻ ഇത് സാക്ഷ്യം പറയാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെസഹ വ്യാഴത്തിൻ്റെ അന്നാണ് ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് ആരുടെടുത്തും അനൗൺസ് ചെയ്യേണ്ട, കാരണം പിന്നെ ദുഃഖവെള്ളിയാണ്, നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായതുകൊണ്ട് ഈസ്റ്ററിൻ്റെ അന്നാണ് ഞങ്ങളിത് അനൗൺസ് ചെയ്തത് PhD കിട്ടിയെന്നുള്ള കാര്യം. പിന്നീട് ഇതുവരെ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഡോക്ടർ എന്നുള്ള രീതിയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പം സിസ്റ്ററാണ് ഈ ഡോക്ടർ പ്രതീക്ഷ എന്ന് പറഞ്ഞെഴുതി ഇങ്ങനെ വെച്ചത്. അപ്പം ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതെല്ലാം പെൻഡിങ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു തവണ കൂടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുമതി തന്ന പരിശുദ്ധ
മാതാവിനും ഈശോയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പത്രങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോവുകയും അനാഥാലയങ്ങളിൽ പോവുകയും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് മാതാവ് തോന്നിപ്പിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേരെ വൈഫ് ഇവിടെ കൊണ്ടുവരാറുണ്ട്. പിന്നെ എനിക്ക് PhD ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വചനങ്ങൾ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ടെടുക്കുന്ന ഒത്തിരി ടെൻഷനുള്ള സമയത്ത് നെഗറ്റീവ് ഫലമൊക്കെ വരുമ്പോൾ ഭയപ്പെടേണ്ട, അത് ഞാനാണ്, ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞൊരു വചനം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന സമയത്ത് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ സംശയം വരുന്ന സമയത്ത് മിക്കവാറും ഞാൻ പ്രാർത്ഥിച്ചിട്ടെടുക്കുമ്പം കിട്ടുന്ന വചനം, തോമസ് നിൻ്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വസ്തനാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ എനിക്ക് വളരെ പോസിറ്റീവ് എനർജി. പിന്നെ അച്ഛൻ്റെ ഈ ഡെയിലി ബ്ലഡിലൂടെ അച്ഛൻ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമാണ്. അപ്പം ധ്യാനവും ഡെയിലി ബ്ലഡും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനും മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. 119 സങ്കീർത്തനം 105, 106 തിരുവചനങ്ങൾ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു. ഡോക്ടർ പ്രതീഷിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഈ സാക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ചത് സത്യത്തിൽ ഡോക്ടറിൻ്റെ ജീവിത പങ്കാളിയായ സിജിയാണ് ഉടമ്പടിയെടുത്ത് നിരന്തരമായി തൻ്റെ ഹസ്ബൻഡിനെ പ്രാർത്ഥനാപൂർവ്വം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉടമ്പടിയെടുത്തിൽ അവരുടെ ജോയിൻ്റ് ഉടമ്പടിയാണ്, രണ്ടുപേരും കൂടി ചെയ്തിരുന്നു. പക്ഷെ രണ്ടുപേർക്കും വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടു കൂടി ഒരാൾക്ക് വേണ്ടിയുള്ള നിയോഗമായിരുന്നെങ്കിലും രണ്ടുപേരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ത്യാഗമനസ്സോടും കൂടിയാണ് അവരുടെ പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും ചെയ്തിരുന്നത്. ഇവരുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ. 7 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി അദ്ദേഹം PhD ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു തീരുമാനം വരാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് അവരുടെ ഉടമ്പടി പുതുക്കി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 4 വർഷം വളരെ ലാഗായി കിടന്നിരുന്ന പബ്ലിക്കേഷൻ്റെ ആക്ട് അത് വളരെ പെട്ടെന്ന് ഉടമ്പടി എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് 4 പബ്ലിക്കേഷൻ സെല്ലിംഗ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടായെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു ഏറ്റുപറച്ചിൽ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അനുവാദം അച്ഛൻ പലതരത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതും അമ്മ മാതാവ് നൽകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ കൃത്യം പാലിച്ചുകൊണ്ടാണ് ഓരോ ഡെയിലി ബ്രെഡിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ നമ്മുടെ ധ്യാനങ്ങളിലുമെല്ലാം പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നത്. വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ പറയുന്നു, ഇന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം സബ്മിറ്റ് പ്രാർത്ഥിക്കുക, ഞാൻ ഈശോയുടെ നാമത്തിൽ അവയെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. അത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും ഇവിടെ വന്ന് അച്ഛനിൽ നിന്ന് നേരിട്ട് ആശീർവാദം സ്വീകരിക്കാൻ പറ്റാത്തവർക്കുള്ള നമുക്കെല്ലാമുള്ള ഒരു വലിയ സാധ്യതയാണത്. ഈശോയുടെ ആ നാമത്തിലുള്ള അനുഗ്രഹം നമുക്ക് അതിരാവിലെ 5:30 ലഭിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ തീസിസ് സമർപ്പിക്കുവാൻ എനിക്കൊരു ഡേറ്റ് വേണമായിരുന്നു. അങ്ങനെ ആ ഡേറ്റ് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇനി ഡിസംബർ 7 അദ്ദേഹത്തിന് ആ തീസിസ് ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്ന് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അംഗീകാരം, ഒരു അലോട്ട്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സ്നേഹവിനിമയം വളരെ ആത്മാർത്ഥതയുള്ള വളരെ നിഷ്കളങ്കമാണ്. ഇവിടെ അമ്മയ്ക്ക് തിരക്കില്ലാത്തൊരു ദിവസം എൻ്റെ വൈവയ്ക്ക് വേണ്ടി അമ്മ വരണം, അതൊരു ക്ഷണമാണ്, അങ്ങൻ്റെ കൂടെ വരണം, അങ്ങില്ലെങ്കിൽ എനിക്കൊന്നും സാധ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദിവസം ഏപ്രിൽ 2, അത് പെസഹ വ്യാഴാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവനായ ഈ സഹോദരനെ അതൊരു തിരക്കില്ലാത്ത ദിവസമാണ്. ക്രിസ്ത്യാനികളൊന്നും ഈശോയെയും പരിശുദ്ധാമ്മയെയും അധികം ശല്യപ്പെടുത്താത്ത ദിവസമായതുകൊണ്ട് എൻ്റെ വൈവയ്ക്ക് അത് സാധ്യമായ ഒരു ദിവസമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അമ്മ മാതാവിനെ കൂട്ടിക്കൊണ്ട് സഞ്ചാരി മാതാവിനെയും വിളിച്ച് അദ്ദേഹം
ആ വൈവയ്ക്ക് റെഡിയാവുകയും ചെയ്തു. വൈഫിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് സഞ്ചാരി മാതാവ്. അതിലൂടെയെല്ലാം അവർ സഞ്ചരിക്കുകയാണ്, പരിശുദ്ധ അമ്മയെ സഞ്ചരിക്കുവാൻ അവർ അനുവദിക്കുകയാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് സന്ദേശങ്ങളും പ്രാർത്ഥനകളും വചനങ്ങളും എല്ലാം അവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഗ്രൂപ്പിലെല്ലാം അവർ സജീവമാണ്. പ്രതീഷിൻ്റെ വൈവ പ്രസൻറ്റേഷനെ കുറിച്ച് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ഒട്ടും തന്നെ ഭയപ്പാടില്ലാതെ എല്ലാവരുടെയും മുന്നിൽ വളരെ ധൈര്യത്തോടു കൂടി വൈവ പ്രസൻറ്റ് ചെയ്യാൻ 2 മണിക്കൂർ വരുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ഒട്ടും തന്നെ ശങ്ക കൂടാതെ, ഒട്ടും തന്നെ ആശങ്ക കൂടാതെ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ ഒരു സാമീപ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഏതൊരു കാര്യത്തിലും നമുക്ക് ഭയം നമ്മെ ഇല്ലാതാക്കുന്നത് ഈശോ നമ്മോട് കൂടെ നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ്. നമ്മൾ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഇതൊരു ജീവിത ക്രമമായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. 5:30 തുടങ്ങുന്ന ആ പ്രാർത്ഥന, അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രബോധനങ്ങളെല്ലാം എത്ര തന്നെ തിരക്കിലായാലും ഏതെല്ലാം പഠനങ്ങളിലായാലും ജോലിയിലായാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് എൻ്റെ പ്രയോറിറ്റി എന്ന്, ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ വിഷയമല്ല എൻ്റെ പ്രയോറിറ്റി എന്ന് ഈശോയ്ക്ക് തോന്നാൻ മാത്രം നമ്മുടെ ജീവിത രീതി ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആശങ്കകൾ കൂടാതെ നമ്മുടെ ഏതൊരു പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. ഉടമ്പടി ഉടൻ പരിഹാരമാകണമെങ്കിൽ ദൈവത്തിന് തന്നെ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ പറയുന്ന പോലെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ആ സ്നേഹത്തിനുള്ള ഒരു പ്രതിനന്ദിയാണ് ഇപ്പോൾ ഇവരുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉടമ്പടിയെ കുറച്ചുകൂടെ ത്യാഗോജലമാക്കുവാനും സ്നേഹമയമാക്കുവാനും നമ്മുടെ ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടുകൂടി മുന്നേറിക്കൊണ്ട് ജീവിക്കാം. ഡോക്ടർ പ്രതീഷിനും കുടുംബത്തിനും ലഭിച്ച ആദ്യം തന്നെ അദ്ദേഹം ഈശോയോട് പറഞ്ഞു, അങ്ങയോട് പറയാതെ ഞാൻ എൻ്റെ ഡോക്ടർ പദവി ഞാൻ വിളിക്കുകയില്ല, ഞാനത് എൻ്റെ പുസ്തകങ്ങളിലോ എൻ്റെ പബ്ലിക്കേഷനിലോ ഒരിടത്തും ഞാനത് അപ്ലൈ ചെയ്യുകയില്ല. ഇപ്പോഴാണ് ഈശോയുടെ ഒരു അംഗീകാരത്തോടു കൂടിയാണ്, പരിശുദ്ധ അമ്മയുടെ ക്ഷണനത്തോടു കൂടിയാണ് അദ്ദേഹം ഡോക്ടർ എന്ന പദവി സ്വീകരിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും. ബിന്ദു, ഇതെൻ്റെ ഹസ്ബൻഡ് ആൻഡോ, ഇതെൻ്റെ മകൾ നീയ. 2023 ജനുവരി 6 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് ഞാൻ 7 വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുമായിരുന്നു. മാതാവിൻ്റെ ദൈവകൃപയാൽ എനിക്ക് ജർമ്മനിക്ക് ജോലി കിട്ടി പോകാൻ കഴിഞ്ഞു. അതിനുശേഷം ജർമ്മനി ഞാൻ ഫ്രാങ്ക്ഫുർട്ട് എന്ന സ്ഥലത്താണ് ചെല്ലുന്നത്. ഇവിടുന്ന് B2 പാസ്സായിട്ടാണ് ഞാൻ പോകുന്നത്. എങ്കിലും എനിക്ക് ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. അവിടെ ചെന്ന് ഒത്തിരി സ്ഥലങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ചെന്നതിൻ്റെ ഞാൻ നവംബർ 13 ഞാൻ ജർമ്മനി ചെല്ലുന്നത്. ചെന്ന് ജോലിക്ക് കയറി. എനിക്ക് ഡിസംബറിൽ തന്നെ അവിടുത്തെ രജിസ്റ്റേർഡ് ലൈസൻസ് കിട്ടി, എക്സാം എഴുതാതെ തന്നെ. കാരണം എനിക്ക് 16 years എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ ആർക്കൊന്നും എഴുതേണ്ടി വന്നില്ല. അമ്മ മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയതിന് ശേഷം അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ കയറി ഞാൻ വർക്ക് ചെയ്ത് 2nd വീക്ക് 3rd വീക്ക് ആയപ്പം അവിടുത്തെ ഹെഡ് എന്നോട് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ലാംഗ്വേജ് ഫ്ലുവൻ്റ് അല്ല. ഓൾഡ് ഏജ് ഹോമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്ഷനിൽ 40 പേഷ്യൻ്റ് കാണും. അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം. അവിടെ 4 സെക്ഷനുണ്ട്, ഡിമെൻസ് സെക്ഷൻ, മറ്റ് 3 സെക്ഷനും നോർമൽ വാർഡുകളാണ്. അപ്പോൾ അവിടെ ഈ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ്. അപ്പോൾ നമുക്ക് അവരെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് വിളിക്കണം, ആംബുലൻസ് വിളിക്കണം. നമ്മുടെ ഹോസ്റ്റലിൽ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആംബുലൻസ് വിളിച്ച് നമ്മൾ വിടണം. അപ്പോൾ എനിക്ക് ഈ ലാംഗ്വേജ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഹെഡിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വന്നതേ ഉള്ളൂ, ഓറിയൻറ്റേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞില്ല നീ ചെയ്തേ പറ്റത്തുള്ളൂ, ഈ 5 days നീ ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ സ്റ്റാഫില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ മാധവനെ മുറുകെ പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ ആയുധമായ എൻ്റെ കൊന്ത ഞാൻ കയ്യിലെടുത്തു. അതുപോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം എപ്പോഴും ഈ സമയം വരെയും, ഇപ്പോൾ ഞാൻ 2 വർഷമായി ഞാൻ ജർമ്മനിയിൽ, ഈ 2 വർഷവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം മാതാവിൻ്റെ രൂപം, ബൈബിൾ, അതുപോലെ ഒരു ചെറിയ ശ്രീബാകുരിശ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ നേർച്ച വസ്തുവായ ഉപ്പും തൈലവും എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ധൈര്യത്തോടെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ എന്നിലുള്ള വചനം, എന്നെ ശക്തനായവർക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന വചനം ഞാൻ എപ്പോഴും വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ നൈറ്റ് ഡ്യൂട്ടി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു.
പക്ഷേ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നാൽ എനിക്ക് റൂമിൽ നന്നായിട്ട് ഉറങ്ങുവാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഉറങ്ങാതെ പോകുന്നതിൻ്റെ ക്ഷീണം ഒരു സൈഡിൽ. കാരണം ഞങ്ങൾ 6 സ്റ്റുഡൻസ് ഒരുമിച്ചാണ്, 6 സ്റ്റാഫ് ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരു വീട്ടിൽ. അപ്പം നമുക്ക് അവരുടെ സൗണ്ടൊക്കെ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഉറങ്ങാൻ 4 മാസത്തോളം കണ്ടിന്യൂസ് പുള്ളിക്കാരി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇട്ടു. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ചേഞ്ച് ചെയ്തില്ല. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. അപ്പം ഞാൻ ഇവിടെ ഹസ്ബൻഡ് നാട്ടിലുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ ജർമ്മനിയിൽ. ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുങ്ങളും നാട്ടിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം, എനിക്ക് ഇങ്ങനെ സ്ട്രെസ്സാണ്, ചെയ്യാൻ പറ്റുമല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹസ്ബൻഡ് ഞാൻ വന്നതിൻ്റെ 2023 ഡിസംബറിലാണ് അവിടെ ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നത്. 2024 ജനുവരി ഫസ്റ്റ് വീക്കിൽ ഹസ്ബൻഡോട് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ പറ്റിയിട്ട്. സാധാരണ അവിടെ 6 മാസം പ്രൊഫഷണൽ പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറാൻ കഴിയുകയുള്ളൂ. പക്ഷേ അമ്മ മാതാവിൻ്റെ ഇതാൽ ശക്തിയാൽ ഈശോ വഴി എനിക്ക് അവിടെ അത്ഭുതം സംഭവിച്ചു. 3 മാസത്തിനുള്ളിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ഹാംബുർഗ് എന്ന സ്ഥലത്തേക്ക് ഞാനും എൻ്റെ കൂടെ വേറൊരു എൻ്റെ ഫ്രണ്ടും ഉണ്ട്, നീതു എന്ന് പറഞ്ഞത്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഹാംബുർഗിലേക്ക് പോയി. അവിടെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ നാട്ടിലെ പോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഓരോ രീതിയിലാണ് അവിടുത്തെ ലാംഗ്വേജ്. നമുക്ക് അവർ പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും സ്ലാങ് അവിടെ വ്യത്യാസമുണ്ട്. ഭയങ്കര ഫാസ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മലയാളീസ് പോലും ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ എല്ലാം പല പോളണ്ട്, കാനഡ, ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യക്കാരാണ്, പിന്നെ ജർമ്മൻകാരും. അപ്പം ഞാൻ ആകെ മൊത്തം പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അമ്മ മാതാവിൻ്റെ ആ സാന്നിധ്യം ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ചിലപ്പോൾ ഇട്ടെറിഞ്ഞ് ഞാൻ പോരും, എനിക്ക് പറ്റത്തില്ല എന്നുള്ള ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു എനിക്ക്. കാരണം ഒരു എമർജൻസി കോൾ വന്ന് അവിടെ ഒരു 1 വീക്കിൽ അവർ ഓറിയൻറ്റേഷൻ തരത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഡ്യൂട്ടി ഞാൻ അവിടെ ചെയ്യണം. അങ്ങനെ വന്ന് എനിക്ക് കോളുകൾ വരുമ്പോൾ ഭയങ്കര പേടികളായി. ഞാൻ മറ്റുള്ളവരുടെ എൻ്റെ കൂടെയുള്ളവരുടെ ഫോൺ കൊടുക്കും, എന്നെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെ 1 മാസമൊക്കെ അവർ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താനെ എല്ലാം ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വചനമായിരുന്നു ഉൽപ്പത്തി 26:3. ഈ നാട്ടിൽ തന്നെ നീ കഴിഞ്ഞുകൂടുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ ഒരു വചനത്തെ വിശ്വസിച്ചു. എൻ്റെ ദൈവം അവിടെ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാനിപ്പോൾ 2 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേടിയൊക്കെ മാറി, ഞാനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഹോമിൽ തന്നെ നിനക്ക് ഹോസ്പിറ്റലിലോട്ട് മാറിക്കൂടെ, നിനക്ക് ഒത്തിരി സ്ട്രെസ്സല്ലേ? കാരണം ഓൾഡ് ഏജ് ഹോമിൽ ഈ പ്രായമായവരെ നമ്മളെടുത്ത് പൊക്കണം, മാറ്റണം, വീൽ ചെയറിൽ അവരെ എടുത്ത് ഒരു ദിവസം 3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹെൽത്ത് പരമായിട്ട് നമുക്ക് ഒത്തിരി ഇഷ്യൂസ് വരും. പക്ഷേ എൻ്റെ അമ്മ എന്നെ പോസ്റ്റ് ചെയ്തെങ്കിൽ എന്നെ അവിടെ നിയമിച്ചതാണ് കർത്താവ്. എനിക്ക് അവരോട് സ്നേഹത്തിൽ ഇടപെടാനും ഞാൻ അങ്ങനെ അവരുമായിട്ട് എൻ്റെ സ്വന്തം അമ്മച്ചെ നോക്കുന്ന പോലെയാണ് ഞാൻ അവിടെ അമ്മച്ചമാരെ ഞാൻ നോക്കുന്നത്. ആ ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വചനത്തിൽ എപ്പോഴും വിശ്വസിക്കും. പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. എനിക്കൊന്നും പറ്റും. പിന്നെ എപ്പോഴും എന്നെ ഒരാൾ ഗൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മോളെ നീ ഇന്നത് ചെയ്യ്, നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു അവിടെ അമ്മച്ചിമാർ ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം, അവർക്ക് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായാലും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈമുകളിൽ. ഞാൻ എങ്ങനെ അവരെ വിളിച്ച് പറയും, എങ്ങനെ ഞാൻ ഇൻഫോം ചെയ്യുമെന്നൊക്കെ ഉള്ളതിൽ. കാരണം എപ്പോഴും നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യുന്ന വരത്തില്ല. അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ അമ്മ മാതാവ് ഈശോയെ ഉള്ളായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ എനിക്ക് മുന്നമേ മാതാവ് കാണിച്ചു തരും, ഇന്നാക്കിന്നത്. അപ്പോൾ നീ പോയി നോക്ക് ഇങ്ങനെ എൻ്റെ ചെവി പറയും. ചെല്ലുമ്പോൾ കറക്റ്റായിരിക്കും, അമ്മ ചിലപ്പോൾ വീഴാൻ പോകുമായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ സമയം വരെയും എനിക്കെല്ലാം ഇങ്ങനെ കാണിച്ചു തരും അമ്മ മാതാവിൻ്റെ കൃപ. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ ഈശോയുടെ നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ്, എപ്പോഴും ജോസഫച്ചനോട് പറയാനുള്ളതുപോലെ ആ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ എൻ്റെ സാലറിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് കിട്ടുന്ന സാലറി അല്ലായിരുന്നു എനിക്കവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഞാനവിടെ ഏജൻറ്റ് മുഖേന പോയെന്ന് പറയണം, ഒരു ഫിക്സഡ് സാലറി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ലാംഗ്വേജിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ ഹെഡിനോട് എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു, എനിക്ക് ഇൻക്രീസ് ചെയ്ത് തരാമോ, ഇങ്ങനെ എനിക്ക് ഇപ്പോൾ ഈ സാലറി കിട്ടുന്നതെന്ന്. പക്ഷേ ഞാൻ 8 നോയമ്പിൻ്റെ സമയത്ത്, ഈ ലാസ്റ്റ് 2025 8 നോയമ്പിൻ്റെ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പറയാതെ തന്നെ എനിക്കൊരു ചെറിയ തുകയിൽ ഞാൻ ഉദ്ദേശിച്ചതിലും എനിക്ക് ഇൻക്രിമെൻറ്റ് കൂട്ടി തന്നു. അത് ഞാൻ അതിൻ്റെ ഒരു 0.5 ഞങ്ങളുടെ ചർച്ചിൽ ഞാനത് പള്ളിപ്പണിക്കായിട്ട് ഞാനത് കൊടുത്തു.
അതുപോലെ ഞങ്ങൾക്ക് അവിടെ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ നമുക്ക് ബൈനാഷൻ ഫയർ എന്ന് പറയും, അതായത് ക്രിസ്മസ് ബോണസ്, അത് ഞങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റൽ, കാരണം നമ്മൾ സിക്ക് ലീവ് എടുക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല, അത് മറ്റുള്ള സ്റ്റാഫിനും കിട്ടത്തില്ല, അത് ഒഴിവാക്കിയൊക്കെ വരുന്നവർ. കാരണം ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനമാണ്. പക്ഷേ ഈ വർഷം 2000 അത് എങ്ങനെ അത്ഭുതം എനിക്കറിയത്തില്ല. ഞാൻ ഈ ലാസ്റ്റ് ഡിസംബറിൽ വന്ന് 2025 ഞാൻ ഉടമ്പടി പുതുക്കിയായിരുന്നു. പക്ഷേ ഞാനൊരു നിയോഗവും വെച്ചില്ല. അതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുവാനും എൻ്റെ കുടുംബം ഉടമ്പടിയിൽ നിത്യത വരെ ജീവിക്കുവാനും ആത്മീയമായി കൂടുതൽ വളരുവാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നുള്ളൂ. പിന്നെ എൻ്റെ സഹനങ്ങളെ അമ്മ തരുന്ന ഈശ്വരൻ തരുന്ന സഹനങ്ങളെ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ അമ്മ എൻ്റെ സഹനങ്ങൾ അറിഞ്ഞ് അമ്മയെല്ലാം എനിക്ക് ആ ക്രിസ്മസ് ബോണസും കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ ഡിസംബറിൽ ടിക്കറ്റിനൊക്കെ നല്ല റേറ്റാണ്. കാരണം ഞാൻ നാട്ടോട്ട് എല്ലാ മാസവും അയക്കുമ്പോൾ എൻ്റെ പൈസയില്ല. തക്ക സമയത്ത് അവിടെ പ്രവർത്തിച്ചു. ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ ഞാൻ ഒക്ടോബറിൽ നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. നവംബറിൽ തന്നെ ഞങ്ങൾക്ക് ആ ബോണസ് കിട്ടി. എനിക്ക് ടിക്കറ്റ് എടുത്ത് വരുവാൻ സാധിച്ചു. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ 2024 ഡിസംബർ പുതുക്കിയതിനകത്ത് ഞങ്ങൾ 5 വർഷമായിട്ട് ഞങ്ങളുടെ ഭവനം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ചേർപ്പെങ്കിൽ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭവനത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച പല ബുദ്ധിമുട്ടുകളുള്ളത് കാരണം, ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കാരണം എല്ലാ വർഷവും ഞങ്ങൾക്കത് ഒത്തിരി ചിലവുകളായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കും. ഓരോരുത്തർ വന്ന് കാണും, പല തടസ്സങ്ങളിലത് മാറിപ്പോയി. അപ്പോൾ 2024 ഡിസംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ കാശുരൂപവും മാതാവിൻ്റെ രൂപവും പിടിച്ച് ഞാൻ ആ വീടിന് ചുറ്റും പ്രദക്ഷിണ പ്രാർത്ഥന, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു കാശുരൂപം ആ വീടിൻ്റെ സൈഡിൽ തൈലം ഉപ്പൊഴിച്ച് ഞാൻ കുഴിച്ചിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ പോയി കഴിഞ്ഞാലും ഡിസംബർ 31 ഞാനത് 24 ഡിസംബർ 31 ഞാനത് ചെയ്തത്, പ്രാർത്ഥിച്ചത്. ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കൊരു നല്ല വാർത്ത കേൾക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചെന്ന് 2 വീക്സിനുള്ളിൽ, ജനുവരി 2nd വീക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വീട് സെയിലായി. ഫെബ്രുവരി 1st വീക്കിന് ഞങ്ങൾ ഉദ്ദേശിച്ച തുക ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് നിയ. എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു 9th. അതിനകത്ത് എനിക്ക് ഒരു സബ്ജക്റ്റ് പോയി. മമ്മി രാവിലെ എന്നും അനുദിന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞ ഒരു നമ്പർ 7 എന്നുള്ള നമ്പർ മമ്മി അത് കാണിച്ചു. അപ്പോൾ എൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 27-ാം തീയതി ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര പാടുള്ള സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതെനിക്ക് പോയി. അപ്പോൾ ഞാനന്ന് പോയി എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ കൃപാസനത്ത് വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ എന്നെ സഹായിക്കും, അമ്മ എന്നെ വിടത്തില്ല. എന്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ കൃപാസനമ്മ മാതാവാണ്. അതുകൊണ്ട് അമ്മ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പരീക്ഷ എഴുതാനൊക്കെ പോയത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിലൂടെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. എനിക്ക് നല്ല ഒരു മാർക്കോടെ എനിക്ക് ആ സബ്ജക്റ്റ് ജയിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ എനിക്ക് ഈ മൈഗ്രെയിൻ പ്രശ്നം അതെനിക്ക് 3 വർഷത്തോളം തുടങ്ങിയതാണ് എന്ന് പറയുന്നത്. എനിക്ക് വന്നു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു തുടങ്ങുന്നത്. അതെനിക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ പോലും മാറത്തില്ല. ഞാനത് ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ എനിക്ക് മരുന്ന് തന്നിട്ടും അത് കഴിച്ചിട്ട് പോലും മാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് അത് മാറാത്തതുകൊണ്ട് മമ്മി എനിക്ക് ഉടമ്പടി തൈലവും എന്നും രാത്രി കിടക്കുന്ന സമയത്ത് തേച്ച് തരും. അതുപോലെ തന്നെ ഉപ്പ് അത് വെള്ളത്തിലിട്ട് എനിക്ക് കുടിക്കാനൊക്കെ തരും. അതെന്നും ദിവസേന ഞാൻ ചെയ്യുന്നതിലൂടെ എനിക്കമ്മ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് തന്നു. എനിക്കിപ്പം 6 മാസമായിട്ട് ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ മൈഗ്രെയിൻ വരാതെ പോലും ഇല്ല. ഇപ്പം എനിക്ക് വെയിലടിക്കുമ്പോൾ വരാറുള്ളതായിരുന്നു. വെയിലടിക്കുമ്പോഴും സ്ട്രെസ് ഉള്ളപ്പോഴും ഒക്കെ എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു. ഇപ്പം എനിക്ക് മൈഗ്രെയിൻ ഇപ്പം പൂർണ്ണമായിട്ട് മാറി. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. അമ്മ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇത്രയും അതുപോലെ തന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു, ഡസ്റ്റ് അലർജി. എനിക്ക് എവിടെ നിന്നാലും എനിക്ക് അപ്പം തുമ്മും. കാരണം അത്രയ്ക്കും ഭയങ്കര ഡസ്റ്റ് അലർജി ആയിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. ഉപ്പ് എന്നും വെള്ളത്തിലിട്ട് കുടിക്കുമായിരുന്നു. അതെല്ലാം എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹം തന്നതിന് എനിക്ക് ഈശോയോടും അതുപോലെ തന്നെ എൻ്റെ കൃപാസന മാതാവിനോടും ഒരായിരം നന്ദി. അതുപോലെ നേർച്ച വസ്തുക്കൾ വഴി ഞാൻ എൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ചത് മൂലം എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ അനുഭവം എൻ്റെ ഹസ്ബൻഡ് പറയും. എൻ്റെ പേര് ആൻഡോ. എനിക്ക് 2-3 വർഷമായിട്ട് ഇടതുവശത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ വേദന ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചുവെങ്കിലും മാറിയില്ല. പലവിധ മരുന്നുകൾ ഞാൻ ഉപയോഗിച്ചു. അതിന് ഫലമായിട്ട് എൻ്റെ ഭാര്യ അവൾ ജർമ്മനിയിലിരുന്ന് തന്നെ എനിക്ക് വേണ്ടി തൈലം പൂശി ആ ഇടതുവശത്ത് വെച്ച് അവൾ പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഞാനിത് മറന്നുപോയി. ഒത്തിരി മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് ഇത് കുറയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലിരുന്നു. ഒരു ദിവസം അവളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചായൻ ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന എന്ന് ചോദിച്ചപ്പോൾ അന്നേരമാണ് ഞാൻ അറിയുന്നത് ഈ വേദന പൂർണ്ണമായിട്ടും മാറി എന്ന്.
അതുപോലെ തന്നെ എൻ്റെ വലത്തുകാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് ഞാൻ അബുദാബിയിൽ വെച്ച് തന്നെ എനിക്കിത് പല ഡോക്ടർമാരെയും കാണിച്ചു. അവർ പറഞ്ഞു അത് എല്ല് വളരുന്നതാണ്, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വന്ന് നാട്ടിൽ വന്ന് പല ഡോക്ടർമാരെ കാണിച്ചപ്പോഴും അവർ ഇതുതന്നെയൊക്കെയാണ് പറഞ്ഞത്. പല മരുന്നുകൾ തന്നെങ്കിലും അതിനുവേണ്ടി പ്രത്യേകിച്ച് ചെരുപ്പുണ്ടാക്കി ഇട്ടിട്ടും എൻ്റെ വേദന കുറയുന്നില്ലായിരുന്നു. അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥന, അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് പ്രഫലമായി അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അമ്മ മാതാവ് എനിക്ക് പറയാനുള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബവും അമ്മ മാതാവിനോട് എന്നും കടപ്പെട്ട് ജീവിക്കും. നാലാമതായി എനിക്ക് ദൈവം തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ജർമ്മനിയിൽ എനിക്കൊരു ഭവനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചെന്ന സമയത്ത് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ മുകളിൽ തന്നെ ഒരു റൂമിലാണ്, പേഷ്യൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു റൂമിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. 1 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചു. ഇതിനിടയ്ക്ക് പലതും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. മെയിൻലി എൻ്റെ സാലറിയുടെ പ്രശ്നം, പിന്നെ വീടിൻ്റെ അവിടെ മീൻസ് ഒരു വലിയ സിറ്റിയാണ് ഹാംബുർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം അവിടെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ ഈ മെയ് മാസം ഞാൻ സമർപ്പിച്ച്, അതിന് മുന്നേ വണക്കമാസം ഞാൻ ഒക്ടോബറിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ റൂമിൽ തന്നെ, ഞാൻ ആ താമസിക്കുന്ന റൂമിൽ തന്നെ ഞാൻ മാതാവിൻ്റെ ഇവിടുത്തെ ആ സ്റ്റാച്യു ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഞാൻ കയ്യിലെടുത്ത് ഇവിടുത്തെ കൃപാസനമ്മയുടെ നൊവേനയുണ്ട്, 9 ദിവസം നൊവേന ചൊല്ലി ഞാൻ ആ റൂമിൽ തന്നെ പ്രദക്ഷിണം പോലെ പ്രാർത്ഥിച്ചു, അഖണ്ഡിച്ചമാർ ചൊല്ലി. അതിൻ്റെ വിശ്വാസമായിരുന്നു അമ്മ ഇവിടുന്ന് അടുത്ത ഒക്ടോബറിന് മുന്നേ അമ്മ എന്നെ ഇവിടെ ഇറക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജനുവരിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ജോസഫ് അച്ഛൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴെ റൂമിൽ വന്ന് ബ്ലെസ് ചെയ്യുകയാണ്. അപ്പം എന്നോട് ആരോ പറഞ്ഞു ജോസഫ് അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി ചെല്ലുകയാണ്. ഞാൻ ഓടി ചെന്നപ്പോൾ ആ ഡോർ ഇങ്ങനെ അടഞ്ഞു പോവുക. അപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത്. അവിടെ അപ്പം അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, എന്നെ ഇങ്ങനെ ബ്ലെസ് ചെയ്തു. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു, ആ ഡോർ അടഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചു അമ്മ എനിക്ക് എവിടെയോ ഒരു വീട്, അമ്മയുടെ അടയാളത്തിൽ എനിക്കൊരു വീട് അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എന്നോട് അവിടെ നിൽക്കുന്നവരെല്ലാം, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം വീട് കിട്ടി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അവരെല്ലാം ഫാമിലിയെ കൊണ്ടുവന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ വിശ്വസിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഒരാളുടെ സാലറിയിലാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. എൻ്റെ സാലറിയിൽ എനിക്ക് ഒതുങ്ങത്തക്ക വിധം, എനിക്ക് ഒത്തിരി കടങ്ങളുണ്ടാകരുത്, കടബാധ്യത ഒന്നും ഉണ്ടാകാതെ എൻ്റെ സാലറിയിൽ ഒതുങ്ങത്തക്ക വിധം അമ്മ എനിക്കൊരു ഭവനം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് മാസം 13 മെയ് മാസം ഫസ്റ്റ് വീക്കിൽ ആ വീട്ടുകാരൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ തന്നെ മോളവിടെ അവർ മാറുമായിരുന്നു. അവരെങ്ങനെയോ, അതൊക്കെ മാതാവിൻ്റെ ഇടപെടലാണ്, അവരിങ്ങോട്ട് ചോദിച്ചു നിനക്ക് ഇതൊരു റൂം കിട്ടിയില്ലേ, ഇങ്ങനെ ഒരാൾ, പക്ഷേ അത് കൊച്ചു വീടാണ്, നിനക്ക് താമസിക്കാൻ പറ്റും, നിനക്ക് താല്പര്യമുണ്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കി ആ വീട് കണ്ടു ചെന്നപ്പം ഞാൻ മദറിനോട് പറഞ്ഞു, മാതാവേ നീ എനിക്ക് തീ വീട് തരുന്ന എനിക്ക് അടയാളം കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. ആ ലിവിങ് റൂമിൻ്റെ ഒരു സൈഡ് ആഷ് കളറാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഞാനത് വിശ്വസിച്ചു, എൻ്റെ അമ്മ തന്നതാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ വീടിന് നമ്മൾക്കൊരു 3000 യൂറോ സാലറി ഉണ്ടെങ്കിൽ 1600 1500 നമുക്ക് അവിടെ വീടിൻ്റെ റെൻറ്റ്, അതുപോലെ ടാക്സ് ഒത്തിരിയാണ്. അപ്പോൾ ഇതൊന്നും എന്നെ അങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ വെറും 650 യൂറോയ്ക്ക് എനിക്ക് ആ റെൻറ്റിന് ആ വീട് കിട്ടി. ഒരു കൊച്ചു ഭവനം, അവിടെ വന്ന് കാണുന്നവർക്കെല്ലാം ആ ഭവനം ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ ഒരു ഭവനം എനിക്ക് സാധിച്ചു തന്നു. മെയ് 30 ഞാൻ എനിക്ക് വീടിൻ്റെ കീ കിട്ടി. ഞാൻ അവിടെ കയറി താമസിച്ചു. ഇന്ന് ഞാൻ അവിടെ തന്നെ താമസിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ ജോലി സ്ഥലത്ത് അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നമ്മുടെ കുടുംബത്തെക്കാട്ടിലും നമ്മളെ മക്കളെക്കാട്ടിലും നമ്മുടെ ജീവിത പങ്കാളിയെക്കാട്ടിലും ഫസ്റ്റ് സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. കാരണം നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാർ നമ്മളോട് പിണങ്ങുകയും അവർ നമ്മളോട് പിണങ്ങിയിരിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് എത്ര സഹനങ്ങളുണ്ടായാലും നമ്മുടെ കൂടെ നിൽക്കും. ദൈവം മാത്രം നമ്മളോട് ക്ഷമിക്കത്തുള്ളൂ, വേറെ ആർക്കും അങ്ങനെ ക്ഷമിക്കുവാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതുപോലെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച്, ആയുധം പിടിച്ച് അമ്മയുടെ കൈ പിടിച്ച് പരിശുദ്ധ ഈശോയോട് നമ്മൾ യാചിച്ചാൽ എന്താഗ്രഹവും നമുക്ക് സാധിച്ചു കിട്ടും. കാരണം എന്നെ അപേക്ഷിച്ച് ഞാൻ തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നാട്ടിലാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്നോടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്നെ ഫാമിലി കൊണ്ടുവരാത്തതെന്ന്. പക്ഷേ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്കതേ പറ്റത്തുള്ളൂ. ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ എല്ലാ സഹനത്തിലും എൻ്റെ ജോലിയിലും എല്ലാം എൻ്റെ ഈശോ എന്നെ അവിടെ നിന്ന് കാത്തു വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞങ്ങളുടെ നാട്ടോട്ട് വരുന്നതിന് മുന്നേ അവിടെ ഈ ഡിസംബറിൽ ഭയങ്കര മഞ്ഞ് വീഴുന്ന സമയമാണ്. അപ്പം ഞാൻ ജോലിക്ക് നടന്നു പോയ സമയത്ത് നമ്മുടെ ഈ വലിയ ഐസ് കട്ടയാണ്. ആ വീഴ്ചയിൽ ഞാൻ എൻ്റെ നടുവും കൈയും എല്ലാം ഒടിയേണ്ടതാണ്. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ടൈം പോയായിരുന്നു ഡ്യൂട്ടിക്ക് പോകാൻ. ഞാൻ ആ ഐസ് കട്ടയുടെ മണ്ടയ്ക്ക് വീണു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. മുന്നിൽ ആരുമില്ല, ഒരു മനുഷ്യത്തിൽ എന്നെ പൊക്കാൻ പോയി. കാരണം ഞാൻ എഴുന്നേക്കെന്ന് പറയും ഷൂ തെന്നി പോവുകയാണ്.
ഞാൻ എന്നിട്ട് പരിശുദ്ധ അമ്മയെ വിളിച്ചു, അമ്മേ എൻ്റെ മുന്നിലും പുറകിലും ആരില്ല, എന്നെ എഴുന്നേൽപ്പിക്കണേ എന്ന് വിളിച്ചു. എന്നെ എന്തോ എനിക്കൊരു ശക്തി കിട്ടി. ഞാൻ ഷൂ ഊരി ഞാൻ എഴുന്നേറ്റ്, ഷൂ ഇല്ലാതെ ഞാൻ എൻ്റെ ജോലി സ്ഥലം വരെ ഞാൻ നടന്നുപോയി. എല്ലാവരും പറഞ്ഞു ആ വീഴ്ചയ്ക്ക് എൻ്റെ നടുവും കൈയും എല്ലാം ഒടിയേണ്ടതാണ്. പക്ഷേ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ കാത്തു പരിപാലിച്ചു, ഒരു പരുക്കും വരാതെ എന്നെ കാത്തു സംരക്ഷിച്ചു. ഞാനെല്ലാം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞത്, ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ അതിൽ വിശേഷവിധിയായിട്ട് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയും, വിശേഷവിധിയായിട്ട് നമ്മൾ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യുന്നത് വചനം എഴുതി സമർപ്പിച്ച് കൊടുക്കും. പിന്നെ ആ പത്രത്തിൻ്റെ കൂടെ തന്നെ കാശുരൂപം വേണ്ടവർ കാശുരൂപം, കൊന്ത വേണ്ടവർ കൊന്തരൂപം ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി, ഈ ഡിസംബർ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ഈ പത്രം എൻ്റെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഇന്നിപ്പോൾ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ ഈ ഒരു കാശുരൂപവും പത്രം കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കും, വിശ്വപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവി ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ അർഹതയുള്ളത്, ആർക്കാണ് ഇത് വേണ്ടത്, നീ അവരെ എനിക്ക് എൻ്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന്. പക്ഷേ ഞാൻ കൊടുത്തവർക്കൊന്നും എന്നോട് വേണ്ടെന്ന് നിഷേധിച്ചിട്ടില്ല, എല്ലാവരും എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ഞാൻ ജർമ്മനി കൊണ്ടുപോയി എൻ്റെ ഓൾഡ് ഏജ് ഹോമിലുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും ഒക്കെ ഞാൻ കൊണ്ട് ഈ കാശുരൂപവും ഈ പത്രങ്ങളൊക്കെ കൊടുത്ത് അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ എന്നെ ശക്തനാക്കുന്നതോടെ എല്ലാം ചെയ്യുവാൻ സാധിക്കുന്നത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ ഞാൻ എഴുതും, ആ പത്രത്തിൻ്റെ മണ്ടയ്ക്ക് എഴുതിയാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ അമ്മച്ചിമാരൊക്കെ വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കാറുണ്ട്. ആരെങ്കിലും അലക്ഷ്യമായിട്ടിട്ടാൽ ഞാൻ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ചെയ്യുന്നതിന്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ ആരെങ്കിലും പത്രം, ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും, പത്രം കിട്ടുവാണെങ്കിൽ സ്കാൻ ചെയ്ത് അയക്കാൻ പറയും. അപ്പോൾ ആ സ്കാൻ ചെയ്ത് അയക്കുന്ന പത്രം ഞാൻ ഗ്രൂപ്പുകളിൽ എൻ്റെ ഫ്രണ്ട്സിന്, ചില കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, നീ എന്നാ ഇന്ന് പത്രം അയക്കാൻ, ഞാൻ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ സാക്ഷ്യങ്ങൾ അയക്കാറുണ്ട് ഞാൻ ഡെയിലിയൊക്കെ. ഇപ്പം നാട്ടിൽ വെക്കേഷൻ ചില സമയത്ത് എനിക്കത് കേൾക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജോലി ചെയ്തായിരിക്കും ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല. അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം കേൾക്കും, ഷെയർ ചെയ്യും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അതുപോലെ ജോമോൾ സിസ്റ്റർ നടത്തുന്ന ലിവിങ് ഓറക്കിൾസ്, സാക്ഷി വിസ്താരം, ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. അതിലൂടെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഒരു ട്രസ്റ്റിനെ ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് ദൈവം തരുന്ന ഒരു വിഹിതത്തിൽ നിന്ന് 1% ഞാൻ മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, സർജറിക്ക് വേണ്ടിയിട്ട് പൈസയില്ല, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ അപേക്ഷിക്കുന്നുണ്ട്, അവരെയൊക്കെ അവർക്കൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അവർക്ക് വേണ്ടി ഫുഡ് കൊടുക്കാനൊന്നും, മീൻസ് വഴിയിലിരുന്നവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ബ്രെഡാണ് മെയിൻലി. അപ്പം ഞാൻ ഒന്നീ സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. പിന്നെ ഇവിടെ വരുമ്പം ചിലർ ഞാൻ നടന്നു പോകുമ്പം മരുന്നിന് പൈസ വേണമെന്നൊക്കെ ചോദിക്കും. അവർക്ക് എന്നെ കഴിയും വിധം ഞാൻ എല്ലാ രീതിയിലും സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളതിൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, എന്നെ ദൈവം അവിടെ നിയോഗിച്ചതാണ് അമ്മച്ചിമാരെയും ശുശ്രൂഷിക്കാൻ. അതെനിക്കൊരു ദൈവം കൃപ തന്നിട്ടുണ്ട്. അവിടെ പലരും, ചില സ്റ്റാഫൊക്കെ ചുമ്മാ അവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല, അവരെ സ്നേഹത്തോടെ നോക്കത്തില്ല, ഇട്ടിട്ട് പോകാറുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു കൃപ, ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹത്തോടെ ഞാൻ നോക്കാറുണ്ട്. ആ അമ്മച്ചിമാർക്ക് അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട് നമ്മൾ പരിചരിക്കും. കാരണം അവരെന്ന് പറഞ്ഞാൽ ഒരു സമയമാകുമ്പം അവരെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കും. അവരെ നോക്കാറില്ല. ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ അവർ നടക്കുമെങ്കിലും ഇല്ലെങ്കിലും അവരുടെ മക്കൾ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കും. വല്ലപ്പോഴും അവരെ വന്ന് വിസിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് തന്നെ റൂമിലിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ എനിക്ക് ഒത്തിരി കെയർ ചെയ്യാനുള്ളൊരു കൃപാവരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വെക്കേഷന് പോന്നപ്പോൾ അവർ കരയുമായിരുന്നു ഞാൻ പോകുന്നതിന്, അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പോൾ അതിനാ തന്ന കൃപകൾക്കെല്ലാം നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ കൊന്ത ചൊല്ലുവാൻ, അകണ്ട ചെമ്മല, കരുണക്കൊന്ത, അതുപോലെ ഞാൻ ബസ്സിലൊക്കെ ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, നിങ്ങൾ അകണ്ട ചെമ്മല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചൊല്ലാനുള്ള കൃപ, വചനം വയ്ക്കാനുള്ള കൃപ, അത് ഞാൻ അരമണിക്കൂറല്ല, എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നു ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യത വരെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ എൻ്റെ കുടുംബത്തിനും എനിക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ആയിരമേറെ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറഞ്ഞ് ഞാൻ താമസിച്ചു പോയതിൽ ഒരിക്കൽ കൂടി ക്ഷമയും ചോദിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. യൂഥത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം. അവിടെ നിന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതേ, അവിടുത്തെ ഹിതം നിറവേറി. ബിന്ദു ആൻഡോ എന്ന ഈ കുടുംബത്തിൻ്റെ മക്കളോടൊപ്പമുള്ള ഈ സാക്ഷ്യം വളരെ ശക്തമായി പറയാൻ ഈ മക്കൾക്ക് സാധിക്കുന്നതിൻ്റെ കാരണം, അവർ ഉടമ്പടി വളരെ മനോഹരമായി ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജർമ്മനിയിൽ പ്രൊബേഷൻ പീരീഡിലിരുന്ന ഈ മകൾ ആഗ്രഹിക്കാൻ പോലും സമയമില്ലാതിരുന്ന, ആഗ്രഹിക്കാൻ പോലും സാധ്യതയില്ലാതിരുന്നൊരു സമയത്താണ് ബിന്ദു ആഗ്രഹിക്കുന്നത്, എൻ്റെ ഈ ജോലിയിലെ കഷ്ടപ്പാടിൻ്റെ ഈ സ്ഥലത്തിൽ നിന്ന് എനിക്കൊരു ട്രാൻസ്ഫർ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ട് അവർക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറുവാനുള്ള സാധ്യത ചെയ്തു കൊടുത്തുവെന്നാണ് ബിന്ദു ആദ്യം ഏറ്റുപറഞ്ഞ സാക്ഷ്യം.
ജീവിതാനുഭവങ്ങളിലെല്ലാം അവർക്ക് ബിന്ദുവിനെ, ഒറ്റപ്പെട്ട് കഴിയുന്ന ബിന്ദുവിനെ എപ്പോഴും ശക്തി നൽകിയത് വചനമാണ്. എപ്പോഴും വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ എന്ത് ചെയ്യണം, അവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ അടയാളം കൊടുത്തതിന് ശേഷമാണ് അവർ ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. വീട് വിൽക്കുന്നതിനായാലും വീട് വാങ്ങുന്നതിനായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചതിന് മാത്രമാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് ഇവിടെ ശക്തമായി പറയുകയാണ്. ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് അനുകൂലമായി വരുന്നതിനെല്ലാം കാരണം അവരുടെ ഉടമ്പടി വളരെ ശക്തമാണ്. അവർ വളരെ കൃത്യമായി പാലിക്കുന്നുണ്ട്. മകളുടെ സൗഖ്യമായാലും പരീക്ഷയുടെ നല്ല മാർക്കായാലും അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് ഈശോയോടൊപ്പമായിരിക്കുക എന്നാണ്. വീട്ടിലായാലും അകലെയായിരുന്നാലും തങ്ങൾ ഒന്നിച്ചല്ലെങ്കിൽ തന്നെയും അവരുടെ പ്രാർത്ഥനയുടെ വേവ് ലെങ്ത് എപ്പോഴും ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബത്തെ ഈശോ നോക്കുമ്പോൾ അവർ സ്നേഹത്തിലാണോ, അവരുടെ വിശ്വസ്തതയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ് മാറ്റുരച്ച് നോക്കുന്നത്. ബിന്ദുവും ആൻഡോയും വളരെ കൃത്യമായി, ആൻഡോയ്ക്കുണ്ടായ ഒരു അനുഭവം അത് തന്നെയാണ്. ബിന്ദു ജർമ്മനിയിൽ വെച്ചുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ നെഞ്ചിലുണ്ടായ ആ വേദന, ഷോൾഡറിലുണ്ടായ സൂചി കുത്തുന്നതിൽ പോലുള്ള കുറേ നാളുണ്ടായ വേദന ബിന്ദു അവിടെ വെച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ ആ വേദന ഇല്ലാതായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം അറിയാതെ നമ്മെ സ്നേഹിക്കുന്ന, നാം അറിയാതെ നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും തുണയും ആശ്രയവുമെല്ലാമാണ് ഈ മക്കളിവിടെ ഏറ്റുപറയുന്നത്. ഇവിടെ ഇത്ര ശക്തമായ ഒരു സാക്ഷ്യം പറയാൻ ബിന്ദുവിന് സാധിക്കുന്നത് എല്ലാ ജീവിതാവസ്ഥയിലും ഒരു ക്രിസ്മസ് ബോണസ് പോലും പരിശുദ്ധ അമ്മ അറിയാതെ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നാണ് ബിന്ദു ഏറ്റു പറയുന്നത്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. അതുപോലെ തന്നെ മാതാവിൻ്റെ അപ്രൂവൽ ലഭിച്ചല്ലാതെ ഇവരൊരു മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നവർ ഏറ്റു പറയുകയാണ്. അതാണ് നമ്മുടെ ഉടമ്പടി. ഒരു കാര്യം നാം ഈശോയ്ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ അതെപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹവിരുന്നിൽ ചെയ്തതുപോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജോലിയില്ല, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം, അവരുടെ മക്കളുടെ അസ്വസ്ഥതകൾ എല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയിൽ നാം വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും നമ്മുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നത്. നമ്മുടെ മെറിറ്റ് 0 ആയാൽ, ബിന്ദു പറയുകയായിരുന്നു എൻ്റെ മെറിറ്റ് 0 ആയിരുന്നു. മെറിറ്റ് 0 ആകുമ്പോഴാണ് കൃപയൊഴുകുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് അനുഗ്രഹം അടിച്ചു മാറ്റാനല്ല, നമുക്ക് കൃപയിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിനിൽ രൂപപ്പെടുകയും ഞാൻ ക്രിസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാവുന്നതെന്ന് നാം മനസ്സിലാക്കുകയാണ്. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും